സർക്കാർ ഉദ്യോഗസ്ഥരുടെ 5,50,000 വരുന്നവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ വലിയ പരുക്കാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ പരുക്ക് പറ്റുമ്പോഴും സർവീസ് സംഘടനകളിൽ വളരെ പ്രധാനപ്പെട്ട സംഘടനകളൊന്നും സംസാരിക്കുന്നില്ല. ഭരണാനുകൂല സംഘടനകളൊക്കെ ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞാൽ അവർ ബ്രക്കറീഡ് വരും, ക്രിസ്മസ് വരും, അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാം, ഒരുപാട് പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താം, പിന്നെ ബോധവൽക്കരണം നടത്താം, സ്ത്രീ ശാക്തീകരണം നടത്താം, ഒരുപാട് പരിപാടികളുണ്ട്. അവർക്ക് പരിപാടികളോട് പരിപാടിയാണ്, തിരക്കൊഴിഞ്ഞിട്ട് അവർക്ക് സമയമല്ല. എന്നിട്ടല്ലേ അവർ സർവീസ് സംഘടനകളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ DA വാങ്ങിച്ചു കൊടുക്കുന്നതോ പങ്കാളിത്ത പെൻഷനുള്ള കാര്യങ്ങളോ അതുപോലെ തന്നെ ഏതെങ്കിലും മറ്റേ പിന്നെന്താണ് ലീവ് സറണ്ടറിൻ്റെ കാര്യങ്ങളോ അങ്ങനെ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ നേടിക്കൊടുക്കാൻ ഈ സർവീസ് സംഘടനകൾക്ക് സമയമില്ല. അവരെ കുറ്റം പറയരുത്, അവർക്ക് വേറെ ഒരുപാട് തിരക്കുണ്ട്. മറ്റൊരുപാട് ഇനിയിപ്പോൾ ഇതാ നോക്കൂ, ഓണം വന്നു, എന്തെല്ലാം പരിപാടികൾ ഓണത്തിന് നടത്തണം, അങ്ങനെ എത്ര പരിപാടികളാണ്. അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയരുത്. പിന്നെ പ്രതിപക്ഷ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇടയ്ക്കിടയ്ക്ക് ചില സമരങ്ങളൊക്കെ ഇങ്ങനെ വഴിപാട് സമരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കരിദിനം ആചരിക്കുക, പിന്നെ സെക്രട്ടേറിയറ്റിൽ പറയുക, പിന്നെ വാട്സപ്പിൽ പറയുക, അങ്ങനെ നടത്തുന്നു. എന്തായാലും ഉദ്യോഗസ്ഥർ ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അത് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ. കാരണം 5,5 ലക്ഷം ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു. ഭരണാധികാരികളോട് പറയാനല്ലേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സൊക്കെ അവിടെ കിടക്കുന്നു, വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ അവർ സമരം വളരെയധികം ക്ഷയിച്ചല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ സമരം ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്കൊരു ആഗോളവൽക്കരണത്തിനെതിരെ, കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ, നമുക്ക് അദാനിക്കെതിരെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പണ്ട് ഞങ്ങളുടെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ സാമ്രാജ്യത്വം തുലയട്ടെ, ബൂർഷ്വാസി നശിക്കട്ടെ എന്ന് പറഞ്ഞ് എന്ത് കാര്യം വന്നാലും, ഇവിടെ പൂച്ച ചത്താലും ഞങ്ങൾ സമരം ചെയ്യും. സമരം ചെയ്യുമ്പോൾ മുദ്രാവാക്യം ഇതാണ്: ബൂർഷ്വാസി തകരട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയും സാമ്രാജ്യത്വം തകരട്ടെ, ബൂർഷ്വാസി തുലയട്ടെ, ബെറ്റി ബൂർഷയും തുലയട്ടെ. ബൂർഷ്വാസിയെ പറയുമ്പോൾ നാട്ടിലെവിടെ ബൂർഷ്വാസി എന്ന് വയ്ക്കുമ്പോൾ പെറ്റി ബൂർഷ്വാ തുലയട്ടെ. ഇത് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും. വളരെ സന്തോഷമാണ്. അമേരിക്കയാണ് നമ്മുടെ സാമ്രാജ്യത്വം. ഇന്ന് അമേരിക്ക സാമ്രാജ്യത്വമൊന്നുമല്ല. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ, സോവിയറ്റ്, റഷ്യ, ചൈന, ലോകത്ത് വലിയ വലിയ രാജ്യങ്ങൾ വളർന്നു വന്നു. ഇന്ത്യ തന്നെ വലിയതായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷയമില്ല. അപ്പോൾ നമ്മുടെ DAക്ക് എന്ത് സംഭവിക്കും? ഇപ്പോൾ പറഞ്ഞു വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA ഒന്നോ രണ്ടോ ഒരു DA കൊടുക്കാനൊരു സാധ്യത അടുത്ത മാസം ശമ്പളത്തോടൊപ്പം കൊടുക്കും എന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുതന്നെ കുറേ ദിവസമായി ഫയൽ അവിടെ ഉണ്ട്. അതിലൊരു തീരുമാനമായിട്ടില്ല. പക്ഷേ തീരുമാനമാകും എന്നാണ് ധനമന്ത്രി പറയുന്നത്. അപ്പോഴും 8 എണ്ണം കൊടുക്കാനുള്ളപ്പോൾ 8 ഗഡു 9 ഗഡുവോ കൊടുക്കാനുള്ളപ്പോഴാണ്, കാര്യം ഇനിയിപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ അടുത്ത ഗഡുവും വരുമല്ലോ, ഗഡുവും കൊടുക്കാനുള്ളപ്പോഴാണ് ഇത് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇത് ലയിപ്പിക്കുമായിരിക്കും. ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഖജനാവിൽ ലയിപ്പിക്കുമോ, അതോ ട്രഷറിയിൽ തന്നെ ലയിപ്പിക്കുമോ, സർക്കാരിൽ ലയിപ്പിക്കുമോ, PF ലയിപ്പിക്കുമോ, എന്തിലാണ് ലയിപ്പിക്കുക എന്ന് നമുക്കറിയത്തില്ല. എങ്ങനെ ലയിപ്പിച്ചാലും എന്ത് വന്നാലും വലിയ നഷ്ടമാണ് വരുന്നത്. ക്ഷാമബത്ത കേരളത്തിൽ തുടങ്ങിയത് PS നടരാജപിള്ളയുടെ കാലത്ത്. ചെറിയ ശമ്പളം ആളുകൾ വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അപ്പോഴവർക്ക് സുഖിക്കാൻ, അപ്പോഴവർക്ക് ജീവിക്കാൻ, ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനാണ് DA എന്ന് പറയുന്നത്, ഡിയർ സലവസ്. എനിക്ക് പറയാനുള്ളത്, ഇത് സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം സമയത്ത് കൊടുത്തിട്ടില്ലേ പിന്നെ എന്തിനാണ് കൊടുക്കുന്നത്? ശമ്പള പരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത് സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 6 മാസത്തിലൊരിക്കൽ വരുന്ന വിലക്കയറ്റിനനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജീവിച്ചു പോകാനാണ് DA കൊടുക്കുന്നത്. അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2022 മുതൽ 2 വർഷത്തിൽ 2 പ്രാവശ്യം, 22 മുതൽ 22, 23, 24, 25, 4-5 വർഷമായി ഇത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത് ലയിപ്പിക്കുമെന്നാണ് കേൾക്കുന്നത്. എവിടെ ലയിപ്പിക്കും എന്നുള്ളതാണ് ഒരു കൗതുകം. ചിലപ്പോൾ അത് സ്വയം സർക്കാരിൽ തന്നെ അങ്ങ് ലയിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും DA സ്വാഹ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അഥവാ ഭരണം പോകുന്ന അല്ലെങ്കിൽ അവസാന മാസങ്ങളിൽ എന്തെങ്കിലും പ്രഖ്യാപിച്ചാലും അടുത്ത് വരുന്ന ഗവൺമെൻറ്റിൻ്റെ മണ്ടയിലിരിക്കും. അടുത്തിന് LDF ആണ് വരണമെങ്കിൽ നടപ്പിലാക്കണ്ടല്ലോ, ഇത് ഉരുട്ടിക്കൊണ്ട് പോവാം. UDF വരെയാണെങ്കിൽ നമുക്ക് വീണ്ടും സമരം ചെയ്യാം.